അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിലെ ജീവനക്കാർ കടുത്ത മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പാശ്ചാത്യ സൈനിക മേഖലയിൽ വൻ ചർച്ചയായിട്ടുണ്ട്. കപ്പലിലെ സാഹചര്യം പൂർണ്ണമായും തൃപ്തികരമല്ല എന്ന് US സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ തന്നെ നേരിട്ടെത്തി സമ്മതിച്ചതോടെയാണ് സംഭവം വീണ്ടും ശ്രദ്ധ നേടുന്നത്. നീണ്ടു നിൽക്കുന്ന കടൽ വിന്യാസവും സങ്കീർണമായ സൈനിക ദൗത്യങ്ങളും കാരണം നാവികർ കടുത്ത മാനസിക സമ്മർദ്ദവും തളർച്ചയും അനുഭവിക്കുന്നുണ്ടെന്ന് കപ്പൽ സന്ദർശിച്ച ശേഷം അഡ്മിറൽ പ്രതികരിച്ചു. മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കപ്പലിലെ ജീവനക്കാരുടെ ദുരിതങ്ങളെക്കുറിച്ച് വ്യാപകമായ വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു US ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ ഈ അപൂർവ സന്ദർശനവും പ്രസ്താവനയും. അമേരിക്കൻ നാവികസേനയുടെ സജീവ വിമാനവാഹിനി കപ്പലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എബ്രഹാം ലിങ്കണിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം വളരെ കുറവാണെന്നാണ് അഡ്മിറൽ കൂപ്പർ അവകാശപ്പെടുന്നത്. എങ്കിലും യഥാർത്ഥ സാഹചര്യം ഇതിലും ഭീകരമാണെന്നാണ് കപ്പലിലുള്ള നാവികരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഭാഗത്തു നിന്ന് പുറത്തുവരുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ജീവനക്കാർ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾക്ക് പുറമെ കപ്പലിൽ ആവശ്യത്തിന് പോഷകാഹാരമോ കുടിവെള്ളമോ ലഭിക്കുന്നില്ലെന്ന ഗുരുതരമായ ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ദിനം പ്രതി മണിക്കൂറുകളോളം നീളുന്ന കഠിനമായ ജോലിഭാരവും മതിയായ വിശ്രമമില്ലായ്മയും നാവികരെ കടുത്ത വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും തള്ളിയിടുകയാണെന്ന് കുടുംബങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ചില നാവികർ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യാ ശ്രമങ്ങൾ നടത്താൻ വരെ തുനിഞ്ഞുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും കുടുംബാംഗങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ചികിത്സയോ കൗൺസിലിംഗോ ആവശ്യപ്പെട്ടെത്തുന്ന ജീവനക്കാർക്ക് ആഴ്ചകളോളം നീളുന്ന കാത്തിരിപ്പ് പട്ടികയാണ് ലഭിക്കുന്നത് എന്നതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. ശുദ്ധജലത്തിന് ലഭ്യതക്കുറവും ഗുണനിലവാരമില്ലാത്ത ഭക്ഷണവും ജീവനക്കാരുടെ ശാരീരിക ആരോഗ്യത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വൻകിട യുദ്ധക്കപ്പലുകളിൽ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തടസ്സപ്പെടുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ആസൂത്രണത്തിലെയും വിതരണ ശൃംഖലയിലെയും വലിയ വീഴ്ചയായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. തുടർച്ചയായ സൈനിക വിന്യാസങ്ങളും പശ്ചിമേഷ്യ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകളിലെ കടുത്ത പെട്രോളിംഗുമാണ് നാവികരെ ഈ അവസ്ഥയിലേക്ക് നയിച്ചത്. മാസങ്ങളോളം കടലിൽ കഴിയേണ്ടി വരുന്നത് കാരണം കുടുംബവുമായി ആശയവിനിമയം നടത്തുന്നതിനും ഇവർക്ക് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. വിവാദങ്ങൾ ശക്തിപ്പെട്ടതോടെ നാവികരുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനായി കൂടുതൽ കൗൺസിലർമാരെയും സോഷ്യൽ വർക്കർമാരെയും എബ്രഹാം ലിങ്കണിലേക്ക് അയക്കാൻ അമേരിക്കൻ നാവികസേന തീരുമാനിച്ചിട്ടുണ്ട്. വിദഗ്ധ സംഘത്തിന്റെ സാന്നിധ്യം നിലവിലെ ഗുരുതര സാഹചര്യം ലഘൂകരിക്കാൻ സഹായിക്കുമെന്നാണ് പെന്റഗണിന്റെ പ്രതീക്ഷ. ലോകത്തിലെ ഏറ്റവും അത്യാധുനികവും പ്രഹരശേഷിയുള്ളതുമായ ആയുധങ്ങൾ കൈവശമുണ്ടെങ്കിലും സൈനികരുടെ മാനസിക നില തകർന്നാൽ അത് വൻ തിരിച്ചടിയാകുമെന്ന കാര്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. അന്താരാഷ്ട്ര യുദ്ധക്കളങ്ങളിൽ പോരാടുന്ന സൈനികരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് സൈന്യത്തിനുള്ളിലെ ആത്മവിശ്വാസത്തെയും അച്ചടക്കത്തെയും സാരമായി ബാധിക്കും. നാവികസേനയ്ക്കുള്ളിൽ മാനസികാരോഗ്യ സേവനങ്ങൾ കാര്യക്ഷമമായി ലഭിക്കുന്നില്ലെന്ന പരാതി മുമ്പും ഉയർന്നിട്ടുണ്ടെങ്കിലും എബ്രഹാം ലിങ്കൺ പോലൊരു പ്രമുഖ വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഇത്തരം റിപ്പോർട്ടുകൾ വരുന്നത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. യുദ്ധക്കപ്പലിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നാവികസേനാ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന ആരോപണം US കോൺഗ്രസിലും ചർച്ചയായേക്കും. സൈനികരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ആവശ്യമായ ബജറ്റും സംവിധാനങ്ങളും അനുവദിച്ചിട്ടും എന്തുകൊണ്ട് ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന ചോദ്യം ശക്തമാണ്. ദീർഘകാലം വീടിനും കുടുംബത്തിനും അകന്നു കഴിയുന്ന സൈനികർക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകേണ്ടത് നാവികസേനയുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ചികിത്സയ്ക്കായി ദീർഘനേരം കാത്തിരിക്കേണ്ടി വരുന്നത് പലരുടെയും മാനസികാവസ്ഥ കൂടുതൽ അപകടകരമായ തലത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അടിയന്തര സാഹചര്യങ്ങളിൽ ശത്രു രാജ്യങ്ങൾക്കെതിരെ സജ്ജമായിരിക്കേണ്ട ഒരു യുദ്ധക്കപ്പലിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരമൊരു തകർച്ച US സൈന്യത്തിന്റെ ആക്രമണ സജ്ജതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. സാങ്കേതിക വിദ്യയേക്കാൾ പ്രധാനം അത് പ്രവർത്തിപ്പിക്കുന്ന മനുഷ്യരുടെ ശേഷിയാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. സമീപകാലത്തായി ആഗോളതലത്തിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതാണ് ജീവനക്കാർക്കുമേൽ കടുത്ത സമ്മർദ്ദമുണ്ടാക്കിയത്. പല കപ്പലുകളുടെയും വിന്യാസ കാലാവധി കൃത്യസമയത്ത് അവസാനിപ്പിക്കാതെ നീട്ടി നൽകുന്നത് ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന്റെ സന്ദർശനം ജീവനക്കാർക്ക് ചെറിയൊരു ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിലും പറയുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ ബാക്കിയാണ്.
കപ്പലിലെ ആഹാരവും വെള്ളവും കൗൺസിലിംഗ് സൗകര്യങ്ങളും അടിയന്തരമായി മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ലിങ്കണിലെ അന്തരീക്ഷം ശാന്തമാവുകയുള്ളൂ. USS എബ്രഹാം ലിങ്കണിൽ നിന്നുള്ള വാർത്തകൾ അമേരിക്കൻ സൈനിക വിഭാഗത്തിന് വലിയൊരു മുന്നറിയിപ്പാണ്. ലോക മേധാവിത്വം നിലനിർത്താൻ സൈനികരെ അതിരുകളില്ലാതെ വിന്യസിക്കുമ്പോൾ അവരുടെ ശാരീരിക മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത് ആഗോളതലത്തിൽ വലിയ തിരിച്ചടികൾക്ക് വഴിവെക്കും.